8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചോദ്യവും ഉത്തരവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. ഉദാഹരണം: നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, തീവ്ര താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ. ഉദാഹരണം: വ്യാപ്തം, സാന്ദ്രത. ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ മാസ് 14.2 കിലോഗ്രാം. നീളത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ. 1 മീറ്റർ സമം 10 ലക്ഷം മൈക്രോമീറ്റർ ആണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ് വരുന്നത്. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം. ഒരു കിൻഡൽ സമം 100 കിലോഗ്രാം. ഒരു ടൺ സമം 1000 കിലോഗ്രാം. സമയത്തിൻ്റെ SI യൂണിറ്റാണ് സെക്കൻഡ്. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് ക്യൂബിക് മീറ്റർ. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. സാന്ദ്രത സമം മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തം. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റാണ് ആംബിയർ. പദാർത്ഥത്തിൻ്റെ അളവ് മോള്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ് കാൻഡല. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. 1 കിലോമീറ്റർ പെർ ഹവർ സമം 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതിയിൽ വ്യത്യാസപ്പെടുത്തുന്നതിനെ ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നു. അതായത് ഘർഷണം കുറയ്ക്കത്തക്ക വിധത്തിൽ ആകൃതിയിൽ വ്യത്യാസപ്പെടുത്തുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ധാരാരേഖിതമാക്കൽ. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ വ്യാപക മർദ്ദം എന്ന് പറയുന്നു. മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് പാസ്കൽ. ഒരു പാസ്കൽ സമം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഒരു പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു രൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാർ. സമുദ്രനിരപ്പിലെ അന്തരീക്ഷമർദ്ദം പ്രമാണ മർദ്ദം എന്നറിയപ്പെടുന്നു. ഇത് ഒരു അറ്റ്മോസ്ഫിയർ അഥവാ 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പുമുള്ള വായുരൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് മഗ്നീഷ്യം ക്ലോറൈഡ്, ഹൈഡ്രജൻ എന്നിവ ഉണ്ടാകുന്നു. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. 1806 ഹാംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാം എന്ന് കണ്ടെത്തി. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളെന്ന ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായത് എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഡെമോക്രിറ്റസ്. ആറ്റത്തിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായി 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ച ആശയങ്ങൾ: 1. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്.
രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെയായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലുപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യസ്തങ്ങളായിരിക്കും. അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെസേലിയസ്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും ആലോഹങ്ങളെന്നും അതായത് വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയ. അഷ്ടക നിയമം കണ്ടെത്തിയത് ന്യൂലാൻഡ്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ പട്ടിക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് മെൻഡലീഫ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അതിൻ്റെ ആറ്റോമിക നമ്പറാണ്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഓക്കെ, താങ്ക് യു.